നമസ്തേ നമസ്തേ. ഞാൻ ട്രെയിനിൻ്റെ അകത്താണ്, കാണാമല്ലോ. അപ്പോൾ അധികം ഉറക്കെ സംസാരിക്കാൻ പറ്റില്ല, എങ്കിലും നല്ല മൈക്രോഫോണാണ്, അപ്പോൾ നല്ലപോലെ കേൾക്കാനും പറ്റും. ഇപ്പോൾ എല്ലാവരും വോട്ട് ചെയ്ത് കഴിഞ്ഞു, തിരഞ്ഞെടുപ്പ് ഫലവും കാത്തിരിക്കുകയാണ്. നോക്കൂ, ഒരു വീട്, ആ വീട്ടിൽ അച്ഛൻ ആണ് വീടിൻ്റെ എന്താ പറയുക ലയൺ ഓഫ് ദ ഹൗസ്. വീടിൻ്റെ കാര്യങ്ങളുടെയൊക്കെ ചുമതല എന്ന് പറഞ്ഞാൽ അച്ഛനാണ്. ആ അച്ഛൻ തല്ലിപ്പൊളിയാണെങ്കിൽ ആ വീട് എങ്ങനെ ഉണ്ടാവും? ആ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? അതുപോലെ തന്നെയാണ് സംസ്ഥാനത്തിൻ്റെയും കാര്യം. സംസ്ഥാനത്തിൻ്റെ ഭരണം, ഭരിക്കുന്ന ആൾക്കാർ ശരിയല്ലെങ്കിൽ ആ നാട് നശിച്ചു. അവിടെ ജീവിക്കുന്ന ആൾക്കാരൊക്കെ നാടും വിട്ട് ഓടേണ്ടി വരും. ഇപ്പം നമ്മളോടിയില്ലേ, അതേപോലെ ഇപ്പം 1956 കേരള സംസ്ഥാനം ഉണ്ടായി. അതിന് മുമ്പ് ഒരു രാജഭരണമായിരുന്നു. രാജഭരണം കൊള്ളൂല, നമുക്ക് ജനാധിപത്യം മതി. അപ്പോൾ ഓരോരോ രാഷ്ട്രീയ പാർട്ടികളാണ് പിന്നെ ഭരിക്കുന്നത്. ആദ്യം കമ്മ്യൂണിസ്റ്റായിരുന്നു, അതിനെ അട്ടിമറിച്ച് കോൺഗ്രസ് വന്നു, പിന്നെ വീണ്ടും കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്. ഈ അടുത്ത കാലത്ത് കമ്മ്യൂണിസ്റ്റ് 2 തവണ ഭരിച്ചു. അപ്പോൾ ഈ മാറി മാറി ഭരിക്കണം എന്താണെന്ന് അറിയുമോ? ഇപ്പം കമ്മ്യൂണിസ്റ്റുകാർ കട്ടുമുടിക്കുമ്പോൾ 5 വർഷം കൊണ്ട് ജനങ്ങൾക്ക് മതിയാവും. ഇപ്പം കള്ളനാണ്. മാധ്യമങ്ങളാണെങ്കിൽ ഇങ്ങനെ ഇവർ കളവിൻ്റെ കണക്കെടുപ്പുകാരാണ് മാധ്യമങ്ങൾ. രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കളവിൻ്റെ കണക്കെടുത്ത് നമ്മളറിയിക്കും. അവിടെ കെട്ടു, അവിടെ അഴിമതി, ഇതിലഴിമതി, മറ്റേതിൽ അഴിമതി, മറിച്ചതിൽ അഴിമതി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതറിഞ്ഞിട്ട് നമുക്ക് എന്താ ഗുണമുള്ളത്? ഗുണമുണ്ട്. 5 വർഷം കൂടുമ്പോൾ നമ്മുടെ ഈ ദേഷ്യം രോഷപ്രകടനം നടത്താം. രോഷപ്രകടനം നടത്താനുള്ള ഒരു അവസരം നമുക്ക് കിട്ടും. അതാണ് തിരഞ്ഞെടുപ്പ്. അപ്പോൾ ഇപ്പോൾ രോഷപ്രകടനം നടത്തിയിട്ട് എല്ലാവരും മെയ് 5-ാം തീയതി അതിൻ്റെ പ്രതികരണം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും പിണറായിനെ പുറത്താക്കും. കാരണം പിണറായി കട്ടും മുടിച്ചു. അപ്പം ഇനി പുതിയ ആൾക്കാർ വരും, UDF വരും. UDFിലാണെങ്കിൽ ആരും മുഖ്യമന്ത്രിയാവും തന്നെ ഉറപ്പില്ല. KC വേണുഗോപാലുണ്ട്, VD സതീശനുണ്ട്, പിന്നെ രമേശ് ചെന്നിത്തല. ഒരുപാട് നാളുകളായിട്ട് പൗഡർ കുട്ടപ്പൻ എന്നാണ് വിളിക്കുന്ന ആൾക്കാർ. അദ്ദേഹം മുഖ്യമന്ത്രി കുപ്പായം തുന്നി വെച്ച് കാത്തിരിക്കണം ഒരുപാട് കാലമായി. അപ്പോൾ ആദ്യം ഇവർ 3 പേരും കൂടി ഗോദാവിലേക്ക് ഇറങ്ങും. ഇവർ തമ്മിലുള്ളൊരു മത്സരം ഉണ്ടാവും. അതിൽ ആരാണോ കടത്തി വെട്ടാൻ മിടുക്കൻ, കുതികാല് വെട്ടാനും ഒക്കെ മിടുക്കൻ ആരാണോ അവൻ മുഖ്യമന്ത്രിയാവും. ഇനി കുഞ്ഞാലിക്കുട്ടിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞു നമ്മുടെ ഐസ്ക്രീം കുഞ്ഞാലിക്കുട്ടി, വേറെ ആരുമില്ല. അപ്പോൾ ആര് വന്നാലും നമ്മുടെ നാട് നന്നാകാൻ പോണില്ല, അതിൽ യാതൊരു സംശയമില്ല കാര്യത്തിൽ. നോക്കൂ, ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? ഇതിൻ്റെയൊക്കെ കാരണം നമ്മൾ തന്നെ, നമ്മളുടെ ഈ ജനാധിപത്യ മോഹം, അതാണ് എല്ലാത്തിനും കാരണം. ഇപ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് രോഗം, തൊണ്ടവേദന മാറുന്നില്ല. അപ്പോൾ നിങ്ങൾ ഡോക്ടറിന് ചെല്ലുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ നിങ്ങൾ പുകവലിക്കാറുണ്ടോ? അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ആ ഡോക്ടറെ ഞാനൊരു 3-4 പാക്കറ്റ് സിഗരറ്റ് ഒരു ദിവസം വലിക്കും. ഒരു കാര്യം ചെയ്യും, ആ പുകവലി അങ്ങോട്ട് നിർത്തുമെന്ന് പറഞ്ഞാൽ. പക്ഷേ ഡോക്ടർ പറയണത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല, പുകവലി നിർത്താൻ പറ്റില്ല, തൊണ്ടവേദന മാറുകയും വേണം. നടക്കൂല. അപ്പോൾ ജനാധിപത്യ വിശ്വാസവും വേണം, അഴിമതിരഹിത ഭരണവും വേണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഉത്തരത്തിലിരിക്കണത് എടുക്കണം, കക്ഷത്തിലുള്ളത് കളയാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. പിന്നെ ഈ ജനാധിപത്യ വിശ്വാസം നമുക്ക് എവിടെ നിന്ന് കിട്ടി? ജനാധിപത്യ വിശ്വാസം വെള്ളക്കാരാണ് നമുക്ക് തന്നത്. വെള്ളക്കാരുടെ പിണിയാളുകളായിട്ടുള്ള അംബേദ്കർ, ഗാന്ധി, നെഹ്റു, ഇവരൊക്കെ വെള്ളക്കാരൻ്റെ നാട്ടിൽ ഇംഗ്ലണ്ടിൽ കൊണ്ട് പഠിപ്പിച്ച് അവരൊക്കെ ജനാധിപത്യ വിശ്വാസികളാക്കി മാറ്റി. എന്നിട്ട് അവരെയാണ് നാട് ഏൽപ്പിച്ചിട്ടാണ് ഇവർ പോണത്. അപ്പോൾ പിന്നെ ഈ രാജ്യം ജനാധിപത്യ വിശ്വാസികളുടെ നാടായി മാറി. ജനാധിപത്യ വിശ്വാസമാണ് ശരി എന്നൊരു തെറ്റിദ്ധാരണ മനുഷ്യരുടെ ഉള്ളിൽ അത് ആഴത്തിൽ വളർന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇന്നാൾ ഞാൻ ക്ലബ് ഹൗസിൽ ഒരു RSSകാരനായിട്ട് സംസാരിക്കുമ്പോൾ
അദ്ദേഹം പറഞ്ഞാണ് ഭാരതത്തിൽ പണ്ടേ ജനാധിപത്യ വിശ്വാസമായിരുന്നു, ശ്രീരാമൻ പോലും ജനാധിപത്യ വിശ്വാസിയായിരുന്നു. എന്താ പറയുക പോയി, ശ്രീരാമൻ ജനാധിപത്യ വിശ്വാസിയൊന്നും ആയിരുന്നില്ല. ശ്രീരാമൻ രാജാവായിരുന്നു, രാജാ ശ്രീരാമചന്ദ്രൻ അങ്ങനെ വിളിക്കണം. അല്ലാണ്ട് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നില്ല ശ്രീരാമൻ. അയോധ്യ വാണിരുന്ന രാജാവായിരുന്നു. രാജഭരണമാണ് ശരി, പക്ഷേ അതിന് എത്ര പറഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ മനുഷ്യർ, നമ്മുടെ നാട്ടിലെ ആൾക്കാർ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയരായി. അതിന് എത്ര പറഞ്ഞാലും അത് ഏൽക്കൂല. പക്ഷെ എന്തുകൊണ്ട് പറയാതിരിക്കാൻ പറ്റുമോ? തൊണ്ടവേന കൊണ്ട് വിഷമിക്കലാണെങ്കിൽ പിന്നെയും ഡോക്ടർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, മോനെ സിഗരറ്റ് വലി നിർത്തല എന്ന് പറയും. പക്ഷേ സിഗരറ്റ് വലിക്ക് അടിമയായി കഴിഞ്ഞു. ഇനി അതിൽ നിന്ന് മോചനം നേടാനും പറ്റുന്നില്ല. എന്താ ചെയ്യുക? അപ്പോൾ എന്തായാലും പൗഡർ കുട്ടപ്പനോ അല്ലെങ്കിൽ KC വേണുഗോപാലോ അല്ലെങ്കിൽ VD സതീശനോ ആരെങ്കിലുമൊക്കെ മുഖ്യമന്ത്രിയാവും. എന്തായാലും യുവന്മാരെയൊക്കെ കട്ടുമുടിക്കും, അത്രേ ഉള്ളൂ. കട്ടുമുടിച്ചിരിക്കുന്ന നാട്, ഈ ലോകത്തിൽ തന്നെ ഏറ്റവും പ്രകൃതി സമ്പത്ത് കൊണ്ട് ഏറ്റവും സമ്പന്നമായ നാടെന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ്. അറിയാമോ? അതിൻ്റെ വനസമ്പത്ത് എന്താണ്, പിന്നെ ഈ സുഗന്ധദ്രവ്യ സമ്പത്ത് എന്താണ്, ചന്ദനം എന്താ ഇല്ലാത്തത്, കാപ്പി, തേയില, ഒന്നുമില്ലാത്തത് സകല സാധനമുണ്ട്. എന്നിട്ടും ആൾക്കാർക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റണില്ല. ഈ ഓണക്കാർ അറബി നാട്ടിൽ പോയി ജീവിക്കേണ്ട ഗതികേട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ നാട്ടിലെ ഭരണകർത്താക്കളാണ് അതിൻ്റെ കാരണം. അവരുടെ കയ്യിൽ നമ്മളാണ് ഭരണം ഏൽപ്പിക്കുന്നത്. ഈ നമ്മുടെ ജനാധിപത്യ വിശ്വാസമാണ് അവർക്ക് വളം. ബൈബിളിൽ ഒരു ഡയലോഗുണ്ട്, ഐ വർക്ക് ഫോർ ദോസ് ഹു സ്ട്രെങ്തൻസ് മീ എന്ന് പറയും. എന്നെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നു. ആരാ പറഞ്ഞ? പിശാചാണ് പറയണത്. പ്രവർത്തിക്കുന്നു വെച്ചാൽ അവനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതാണ് പിശാചിൻ്റെ ഒരു ശൈലി. ദ മോർ യു സെർവ് മോർ ദ ടോർമെൻറ്റ്സ്. നിങ്ങൾ എത്രമാത്രം പിശാചിനെ സേവിക്കുന്നുവോ അത്രമാത്രം നിങ്ങൾ പീഡിപ്പിക്കപ്പെടും. അപ്പോൾ എത്രമാത്രം നിങ്ങൾ ജനാധിപത്യ വിശ്വാസികളാവുന്നോ അത്രമാത്രം നിങ്ങൾ വിഡ്ഢികളാക്കപ്പെടും. ഇത് മനസ്സിലാക്കാതെ യാതൊരു രക്ഷയുമില്ല. സത്യം തിരിച്ചറിയുക. അറിവിലൂടെയാണ് രക്ഷ. രക്ഷ എന്ന് പറഞ്ഞാൽ വിശ്വാസമല്ല, അറിവാണ് രക്ഷ. ഇപ്പം നോക്കൂ, ഞാനിവിടെ ഒരു ഷർട്ട് ഇട്ടിട്ടുണ്ട്, ഇതിൻ്റെ അകത്തൊരു ടീഷർട്ട് ഉണ്ട്, അതിൻ്റെ അകത്ത് വേറൊരു ബനിയനും കൂടി, സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ബനിയനും കൂടി ഇട്ടിട്ടുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ രാവിലെ എണീറ്റപ്പോൾ 8 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ വലിയ കുഴപ്പമില്ല. ഒരു ഉച്ചക്കൊരു 10-12 മണിയൊക്കെ ആയപ്പോഴേക്കും ഒരു 20 ഡിഗ്രി ചൂടായി. അപ്പോൾ ഓക്കെ. അപ്പോൾ ഈ അറിവ് എനിക്കുണ്ട്, മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ എത്രയും ഡ്രസ്സുകൾ ഇട്ടിരിക്കുന്നത്. അല്ലാണ്ട് വെറും ഒരു ടീഷർട്ട് ഇട്ട്, അറിവില്ലാത്തവനാണെങ്കിൽ ഒരു ടീഷർട്ട് മാത്രം ഇട്ടുണ്ടെങ്കിൽ നല്ല തണുത്ത് കുറച്ച് പോകും ഞാൻ, മനസ്സിലായോ? അപ്പോൾ നമ്മുടെ രക്ഷയെന്ന് പറയുന്നത് അറിവാണ്, വിശ്വാസമല്ല. വിശ്വസിക്കുന്നവൻ വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത്, അറിവുള്ളവൻ വഞ്ചിക്കപ്പെടില്ല. വിശ്വാസവഞ്ചന എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ വിശ്വാസവഞ്ചന കുറേ കാലങ്ങളായി നമ്മൾ അനുഭവിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ ഒരു മോചനം വേണ്ടേ? വേണമെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിക്കൂ ഏതാണ് നല്ലതെന്ന്. നമ്മളിപ്പോഴും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ ആവർത്തന വിരസത ഉണ്ടാക്കുന്ന കാര്യമാണ്. എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറയാൻ, നമ്മൾ ഈ പീരിയഡ് സിനിമ എന്ന് പറയില്ലേ, ഒരു പ്രത്യേക കാലഘട്ടത്തിൻ്റെ സിനിമ. അപ്പോൾ അങ്ങനെയുള്ള സിനിമ നമ്മൾ കാണുമ്പോൾ അവിടെ രാജാക്കന്മാരുടെ കഥകളാണ് നമ്മൾ കേൾക്കുന്നത്, ഇല്ലേ? ഇനി എന്തിന് ഇത്രയൊന്നും വേണ്ടല്ലോ. ഐതിഹ്യമാല, കൊട്ടാരത്തിൽ ശങ്കുണിയുടെ ഐതിഹ്യമാല എടുത്ത് വായിക്കൂ. നമ്മുടെ നാട് ഭരിച്ചിരുന്ന, കേരളം ഭരിച്ചിരുന്ന കേരളത്തിലെ പല നാട്ടുരാജാക്കന്മാരുടെ കഥകളാണ് അതിനകത്ത് ധാരാളമുണ്ട്. അവരൊക്കെ എത്ര മിടുക്കന്മാരായിരുന്നു, എത്ര അഢ്യന്മാരായിരുന്നു, എത്ര നല്ല പെരുമാറ്റമായിരുന്നു അവർക്കെന്ന് നമുക്ക് ഈ ഐതിഹ്യമാല വായിച്ചാൽ പോലും നമുക്കതിന് മനസ്സിലാവും. അപ്പോൾ രാജഭരണമാണ് ശരിയായ രീതി. രാജഭരണമാണ്
ഭഗവാൻ ശിവൻ, നീ ഹിന്ദുവാണെങ്കിൽ നീ ശിവമാർഗമാണ് നീ പിൻപറ്റേണ്ടത്, അല്ലേ? ശിവമാർഗം ജനാധിപത്യമല്ല, രാജഭരണമാണ്. നോക്കൂ, മനുഷ്യർക്ക് ജീവിക്കാൻ സസ്യങ്ങൾ വേണം, സസ്യങ്ങൾ വളരാൻ മഴ വേണം എന്നൊക്കെ അറിയാവുന്ന ഈശ്വരനെ മനുഷ്യൻ്റെ എന്താ പറയുക ഭരണകർത്തൃത്വം ഏറ്റെടുക്കാൻ രാജാവ് വേണം എന്നും അറിയാം. എല്ലാം അറിയുന്നവനല്ലേ ഈശ്വരൻ. അപ്പോൾ ഈശ്വരനാണ് നമുക്ക് രാജാവിനെ തന്നേക്കണം. ഈശ്വരൻ തന്ന രാജാവിനെ മാറ്റി വെച്ചിട്ട് രാജാവിനെ വേണ്ട, ഞങ്ങൾ തന്നെ രാജാവിനെ, ഞങ്ങളുടെ രാജാവിനെ തിരഞ്ഞെടുത്തോളാം എന്ന് പറയുന്നതാണ് ജനാധിപത്യം. അത് അഹങ്കാരമാണ്. അങ്ങനെ അഹങ്കാരികളായി പോയതുകൊണ്ടാണ് നമ്മൾ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ പറ്റാണ്ട് അന്യൻ്റെ നാട്ടിൽ പോയി കഴിയേണ്ട ഗതികേടിൽ നമ്മൾ എത്തിയത്. മനസ്സിലായി? രാജഭരണകാലത്ത് വിദേശികളായിരുന്നു നമ്മുടെ നാട്ടിൽ വന്നിരുന്നത്. ഇന്ന് നമ്മൾ പരദേശികളായി മാറി. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്, ജയ് ശ്രീറാം.